അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണമാണ് നടക്കുന്നത്. ഇത് അതിൻ്റെ തീരത്തു നിന്നുള്ള ദൂരക്കാഴ്ചയാണ്. ഈ ഭാഗത്താണ് രണ്ടാം ഘട്ട തുറമുഖ വികസനം വരുന്നത്. അടിമലത്തുറയിലേക്കും ആഴിമലയിലേക്കും നീണ്ടുകിടക്കുന്ന തീരമാണ് ആ കാണുന്നത്. ഇവിടെയാണ് ട്രെഡ്ജിങ് നടക്കുന്നത്. 4 കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടറാണ് ആ കാണുന്നത്. വളരെ ആഴമേറിയ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുള്ള ഈ തീരക്കടൽ അവിടെ നിർമ്മിക്കുന്ന രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണമാണ്. ഇവിടെ നമുക്ക് കാണാം MSCയുടെ കണ്ടെയ്നറുകൾ നിറഞ്ഞ് ഇരിക്കുന്ന. ഇതോടുകൂടി ഈ രണ്ടാം ഘട്ട പ്രവർത്തനം വരുന്നതോടുകൂടി ഈ തുറമുഖം അതിൻ്റെ പൂർണ്ണ സജ്ജമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. ഇപ്പോൾ കയറ്റുമതി ഇറക്കുമതി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നടന്നതോടുകൂടി ഈ തുറമുഖം കേരളത്തിൻ്റെ വാണിജ്യ സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രദേശമാണ് എടുക്കുന്നത്. ഇവിടെ ഒരു കാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ കേന്ദ്രമായിരുന്നു. മത്സ്യക്കലവറയാണ് ഈ ഉൾക്കടലിൽ, ഈ തീരക്കടലിലുമൊക്കെ മത്സ്യത്തിൻ്റെ ഒരു കലവറയാണ്. കല്ലുകളും വാരുകളും അടങ്ങിയ പ്രത്യേക ഒരു തീരക്കടലാണ് ഇവിടെയുള്ളത്. ഇവിടെ വൈവിധ്യമാർന്ന തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളാണ്. കമ്പോലക്കാരും വലിയ വള്ളങ്ങളിൽ മാസങ്ങളോളം ആഴ്ചകളോളം പണിക്ക് പോകുന്നവരും ഫൈബർ വള്ളത്തിൽ പണിക്ക് പോകുന്നവരും അങ്ങനെയുള്ള ധീരന്മാരായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു തെക്കൻ കേരളത്തിലെ ഒരു കേന്ദ്രമായിരുന്നു. അവിടെ ഈ തുറമുഖം വരുന്നതോടുകൂടി ആ മേഖലയിലുള്ളവർക്കും മാറ്റമുണ്ടാകും, അവിടെയും വികസനം ഉണ്ടാകും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതാണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ നിറയെ കണ്ടെയ്നറുകൾ, ഏതാണ്ട് 12 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഇവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. MSC മൗര എന്ന് പറയുന്നൊരു കപ്പലിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റിയും ഇറക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം. ഇവിടെ നിന്ന് ഇനി കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കണ്ടെയ്നറുകൾ തെക്കൻ കേരളത്തിലേക്കും വടക്കോട്ടും നമ്മളുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടുത്തെ ഓരോ ബ്രാൻഡഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് കയറ്റുമതി നടത്താനാവുമെന്നും അതിന് വളരെ ചിലവ് കുറഞ്ഞിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുവഴി ഈ രാജ്യത്ത് സാമ്പത്തികമായൊരു കുതിച്ചുചാട്ടത്തിനും ഒരു വികസന മുന്നേറ്റത്തിനും ഈ തുറമുഖം വഴി തെളിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ലോകത്തെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞ് അത്രത്തോളം തന്നെ MSCയുടെ കണ്ടെയ്നറുകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ കിലോമീറ്ററുകളോളം ഈ കാണുന്ന തെക്കോട്ടുള്ള ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ഈ കാണുന്നത് അവിടെ എല്ലാം പാറക്കെട്ടുകളാണ്. തീരത്ത് തന്നെ പാറക്കെട്ടുകളും വലിയ അങ്ങനത്തെ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള തീരപ്രദേശമാണ്, കുന്നുകളും നിറഞ്ഞ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു അടിമലത്തുറ എന്നൊക്കെ പറയുന്നത് ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. കോവളം കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിനും കഴിഞ്ഞാൽ അടിമലത്തുറ ഭാഗത്ത് മനോഹരമായ കടലാണ്. അവിടെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതൊക്കെ ഇനി ഇതിനായി മാറ്റം ചെയ്യപ്പെടും. ഉണ്ടല്ലേ, ഇതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ വികസന മുദ്രയാകുന്ന, അല്ലെങ്കിൽ വിവിധ സർക്കാരുകൾ, PS സർക്കാർ മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ, അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാർ, ഇങ്ങനെ മാറി മാറി വന്ന രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ വികസന കുതിപ്പിന് മുന്നേറാനായി ഒരുമിച്ച് നിന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു നിതാന്ത ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. അതിൻ്റെ രണ്ടാം ഘട്ട വികസനം നടക്കവേ തന്നെ ഇപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുകയാണ്, അനുവദിച്ചുകൊണ്ടുള്ള അതിൻ്റെ തുടക്കവും ഇന്ന് നടക്കുകയാണ്. അപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ വലിയ തുടക്കമാണ്. തുറമുഖം രാജ്യാന്തര തലത്തിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. ഈ തീരമേഖലയിൽ കേരളത്തിൻ്റെ
ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിൻ്റെ തീരമേഖലയിലെ പ്രധാനപ്പെട്ട വലിയ 2 തുറമുഖങ്ങളും അതിനോടൊപ്പം 17 ചെറിയ തുറമുഖങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് ഒരു കുതിപ്പേകാൻ മുന്നേറുവാൻ ഉള്ള ഒരു പദ്ധതിയുമൊക്കെ ഇന്ന് സമുദ്ര വിഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടക്കവും അതൊരു വലിയ വിജയമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.